62-ാം വയസ്സിലും ഓണം കളറാക്കാൻ പൂക്കളുടെ നിറപ്പകിട്ട് സമ്മാനിക്കുകയാണ് തൃശൂർ നാട്ടിക സ്വദേശി ഷീജ. നാട്ടിക 12-ാം കല്ലിന് പടിഞ്ഞാറ് 1 ഏക്കറോളം സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി തോട്ടമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധാകേന്ദ്രം. നൂറ്റാണ്ടിലേറെയായി വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്ന ഷീജ 4 വർഷം മുമ്പാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തിരിഞ്ഞത്. ആദ്യ പരീക്ഷണം വിജയിച്ചതോടെ തുടർന്നുള്ള വർഷങ്ങളിലും ചെണ്ടുമല്ലി കൃഷി തുടരുകയായിരുന്നു. ഇത്തവണ 1 ഏക്കറോളം സ്ഥലത്ത് 1000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ദിവസവും 2 നേരം കൃഷിയിടത്തിലെത്തി ചെടികൾ പരിപാലിക്കുന്ന ഷീജയുടെ അധ്വാനത്തിന് ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ചാഴൂരിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ ചുവപ്പ് നിറങ്ങളിലുള്ള ഹൈബ്രിഡ് തൈകളാണ് കൃഷി ചെയ്തത്. കൃത്യമായ പരിചരണവും പരിപാലനവും ലഭിച്ചതോടെ ചെടികളിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. പൂക്കൾ വിളവെടുത്ത് കൃഷിയിടത്തിൽ നിന്നും ഷീജയുടെ തൃപ്രയാറുള്ള ഷോപ്പിൽ നിന്നുമായി വിൽപ്പന നടത്താനാണ് തീരുമാനം. കൃഷിയുടെയും വിളവെടുപ്പിന്റെയും വിൽപ്പനയുടെയും കാര്യങ്ങൾ ഏറെയും സ്വയം നിർവഹിക്കുന്നതിനാൽ ചെണ്ടുമല്ലി കൃഷി ലാഭകരമാണെന്നും ഷീജ പറയുന്നു. നല്ല വിളവാണ് ഇപ്രാവശ്യം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊറ്റയ്ക്ക് 2 ദിവസം കൊണ്ടാണ് ഇത് നട്ടുണ്ടാക്കിയത്. ഈ ചാലുകോഴി 2 ദിവസം, അത് 2 മണിക്കൂർ സമയം ഒരു ദിവസത്തിൽ, അത് 4 മണിക്കൂർ കൊണ്ട് ഇത്രയ്ക്ക് നമുക്ക് ചെയ്യാം. പച്ചക്കറി ഒരു കപ്പലണ്ടി നട്ടിട്ടുണ്ട്. ഒരു 5 സെന്റ് സ്ഥലത്തിൽ കൂടുതൽ കപ്പലണ്ടി നട്ടിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച വിളവെടുപ്പ് ആവാറായിട്ടുണ്ട്. 2 മണിക്കൂർ സമയം എല്ലാ ദിവസവും ഇവരുടെ അടുത്ത് വന്ന് ഇവരോട് സംസാരിച്ചിട്ട് പോവുക. ഇതിപ്പോൾ എൻ്റെ ഷോപ്പുണ്ട് കുറച്ച്, അതിൽ വിൽപ്പന പിന്നെ അത്യാവശ്യം ഇവിടെ വരും. പിന്നെ ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. പിന്നെ മറ്റന്നാൾ തൊട്ട് അത്തത്തിൻ്റെ ഒരുക്കായല്ലോ, അപ്പോൾ അത്തം സൂപ്പറാക്കി ആവണം എന്ന് വെച്ചിട്ടുണ്ട്. ഓണം കളറാക്കണം നമുക്ക്. ചെണ്ടുമല്ലിക്ക് പുറമെ കപ്പലണ്ടി, ചോളം, മഞ്ഞൾ, കൂർക്ക തുടങ്ങിയ വിവിധ ഇനം വിളകളും ഷീജ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയോടുള്ള നിരന്തരമായ താല്പര്യവും അധ്വാനവും കൊണ്ട് സ്വന്തം കൃഷിയിടത്തെ ഒരു വൈവിധ്യമാർന്ന കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഷീജ. ഓണത്തിന് പൂക്കൾ തേടിയെത്തുന്നവർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും ഒരുപോലെ കൗതുകകരമാവുകയാണ് നാട്ടികയിലെ ഈ പൂപ്പാടം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.